ഇപ്പോൾ നട തുറക്കാൻ മേൽശാന്തി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ മേൽശാന്തി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്, നട തുറക്കുകയാണ് തുലാമാസ പൂജകളുമായി ബന്ധപ്പെട്ട്. കുറച്ച് ബാക്ക് ചെയ്യടാ. സെറ്റാണോ? മോഹനൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എത്തിച്ചതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതുമെല്ലാം ഈ ഓഫീസിലായിരുന്നു. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘവും ഇവിടെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലുകളുടെ തുടർച്ച അത് ഇന്ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലുകളിൽ നൽകിയ മൊഴികളിൽ പലതും പൊരുത്തക്കേടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ഇന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിടേണ്ടി വരും. ആ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ തുടരുമെന്നുള്ളതാണ് നമ്മൾ ഏറെക്കുറെ കരുതുന്നത്. ഒന്നെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത്. കാരണം ഇന്ന് രാത്രി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നാളെ ആയിരിക്കും മിക്കവാറും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം പോകുക. പ്രത്യേകിച്ച് ബാംഗ്ലൂര്, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെല്ലാം എത്തിച്ച ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നടപടിക്രമങ്ങളുടെ ഭാഗമായി നാളെ തന്നെയായിരിക്കാം
ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുക. എന്തായാലും ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നത് 22-ാം തീയതിക്ക് ശേഷമാകാനാണ് സാധ്യത. പ്രത്യേകിച്ച് നട തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ, രാഷ്ട്രപതി അടക്കമൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സന്നിധാനത്തേക്ക് അന്വേഷണ സംഘം പോവുകയും അവിടെ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നട തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത്രയധികം ആളുകൾ എത്തുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ ഒരു തെളിവെടുപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നട അടച്ചതിന് ശേഷമുള്ള സമയത്തായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമല സന്നിധാനത്തേക്കുള്ള തെളിവെടുപ്പ്. എന്തായാലും ഇന്ന് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസത്തിന് സമാനമായി കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അന്വേഷണ സംഘം കൂടുതൽ വ്യക്തതയ്ക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായുകയും ചെയ്യും. ശരി, ഇപ്പോൾ സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ പാളികൾ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പാളികൾ പുനഃസ്ഥാപിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട്. ശബരിമല നട തുറന്നിട്ടുണ്ട്. തുലാമാസ പൂജകളുമായി ബന്ധപ്പെട്ട് അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ താന്ത്രിക ആചാര്യന്മാർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നതും ഇത് തന്നെയാണ്. ദേവപ്രശ്നം പോലും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ദേവന്റെ ഹിതം എന്താണ് എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഇത്ര ധൃതിപ്പെട്ട് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ക്ഷേത്രമാകുമ്പോൾ ആചാരങ്ങളുണ്ട്, അതൊന്നും പാലിക്കപ്പെടാതെ ധൃതിപ്പെട്ട് ചെയ്യുന്നതിന് പിന്നിൽ മറ്റു ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു വിമർശനങ്ങൾ ഒരു മരുഭൂമിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് സന്നിധാനത്തെല്ലാം ഉള്ളത്. എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്നു. ഇത് തന്നെയാണ് ശബരിമലയെ എത്ര വലിയ വിവാദത്തിലേക്ക് വലിയ വിവാദ ഭൂമി ആക്കാനൊക്കെ തന്നെ ശ്രമിച്ചാലും ഇവിടെയുള്ളത് ഭഗവാനിലേക്ക് സർവ്വതും സമർപ്പിച്ച ആ ഭക്തജനങ്ങളുടെ ആ മുഖമുഖ്യം കാണാം. അത്ര ഇവിടേക്ക് ൂടെയാണ് ശബരിമല കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഇനി ദേവിയെ ചോദിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡിനെതിരെ, സർക്കാരിനെതിരെ എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ഈ വിഷയത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിലടക്കം പ്രശ്നങ്ങളൊക്കെ തന്നെ വരുത്തി തീർക്കാനുള്ള എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം, CBI പോലുള്ള ഏജൻസിയെ കൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇനി വിശ്വാസ തലത്തിലേക്ക് എത്തിയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 2018 മുതൽ ഇങ്ങോട്ട് ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും ശബരിമലയിലെ ഏറ്റവും പവിത്രമായ പരിപാവനമായ ആചാരങ്ങൾ ലംഘിക്കുന്നതിനുള്ള ഏറ്റവും നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നത്. അന്ന് തന്നെയാണ് ഈ വിവാദമായ എല്ലാ വിഷയങ്ങളും ഉണ്ടായതെന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസത്തെ എങ്ങനെ ഹനിക്കപ്പെടുക, വിശ്വാസത്തെ എങ്ങനെ വേട്ടയാടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു അവർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിന്റെ ബാക്കി പത്രമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. എന്തായാലും ആ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഓരോ അന്വേഷണത്തിലും ഓരോ മണിക്കൂറിലും തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത്ര വലിയ ഒരു തട്ടിപ്പ് ശബരിമലയിൽ നടന്നു. പവിത്രമായ ആയിരങ്ങൾ ശരണം വിളിച്ചുകൊണ്ട് 41 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് ദൂരങ്ങൾ താണ്ടി കല്ലും മുള്ളും ചവിട്ടി ഈ നീലിമലയ്ക്ക് മുകളിലേക്ക്, ഈ ശബരിമലയിലേക്ക്, അയ്യന്റെ സന്നിധിയിലേക്ക്, കലിയുഗ വരദന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആ ഭക്തരുടെ ആ ഒരു വിശ്വാസത്തെ കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര വിശ്വാസങ്ങൾ തകർക്കാൻ നോക്കിയാലും അതൊന്നും ഇവിടെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലകാലത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ഭക്തദിനത്തിലേക്ക് മണിക്കൂറുകൾ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ പമ്പയിലേക്ക് എത്തുന്ന ഭക്തർ, എരുമേലിയിലേക്ക് എത്തുന്ന ഭക്തർ, നിലയ്ക്കലേക്ക് എത്തുന്ന ഭക്തർ, അങ്ങനെ ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും ഒഴുകിയെത്തുകയാണ്. കേവലം അയ്യപ്പ സംഗമത്തിനപ്പുറത്തേക്ക് ശബരിമലയുടെ വിശ്വാസം, ഭഗവാനിലേക്ക് അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം, അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി തരുന്ന ഒരു കാഴ്ചകൾ കൂടിയാണ് സന്നിധാനത്തേക്ക് എത്രയോ സംസ്ഥാനങ്ങൾ. അരുൺ കേൾക്കാമോ? അരുൺ, ദ്വാരപാലക പാളി, ശില്പപാളി അത് പുനഃസ്ഥാപിക്കുകയാണ്. ആ ഒരു പ്രധാന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഈ ദ്വാരപാലക ശില്പപാളി, സ്വർണ്ണപ്പാളി, അത് മോഷണ മുതലാണ്, അത് തൊണ്ടി മുതലാണ്. ആ പാളി അത് ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പക്കലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ആ പാളി പുനഃസ്ഥാപിക്കാൻ പോകുന്നത്.
കാരണം ഈ പാളി ഇനി പരിശോധിക്കേണ്ടി വരും. ഇവിടെ നിന്ന് കൊണ്ടുപോയ സമയത്ത് ഉള്ള തൂക്കം, അതുപോലെ അതിലെ സ്വർണം, അതൊക്കെ പാളിയിലുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത്. ഈ പാളി, സ്വർണ്ണപ്പാളി വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. എടുത്തുകൊണ്ടുപോയത് അവിടെ തിരികെ കൊണ്ടുവന്ന് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ സന്നിധാനത്ത് അത് സ്ഥാപിക്കാൻ പോകുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അതായത് സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാളി പുനഃസ്ഥാപിക്കുന്ന സമയത്ത് ചില പൂജാ ചടങ്ങുകളൊക്കെ നടക്കേണ്ടതാണ്. അത് ശബരിമലയിലെ ആ ആചാര വിധിപ്രകാരം ഉള്ള പൂജകളാണ് നടക്കേണ്ടത്. അങ്ങനെ പൂജകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത് പുനഃസ്ഥാപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു വിവാദ വസ്തുവായ സാഹചര്യത്തിൽ ഇങ്ങനെ പുനഃസ്ഥാപിക്കുന്നതിൽ അഭംഗിയില്ലേ? അത് തന്ത്രിക്ക് അറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാമോ? അതോ അറിഞ്ഞിട്ടും അവരത് ബോധപൂർവം മറച്ചു വയ്ക്കുകയാണോ? രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കുകയാണോ? ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും അഭിപ്രായം എടുത്തിട്ടുണ്ടോ? നിലവിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും നിലവിൽ വന്നിട്ടില്ല. തന്ത്രി നിലവിൽ ഉള്ളത്. പ്രതികരണങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. ഇതിനുശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മെമ്പർമാരടക്കമുള്ളവർ ഈ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്വർണ്ണപ്പാളി ദ്വാരപാലകർ ചടങ്ങ് നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. നേരത്തെ കുമ്മനം രാജശേഖരൻ മുന്നോട്ട് വെച്ച ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ അക്കീരമൺ കാളിദാസ പട്ടിത്തിരിപ്പാട് മുന്നോട്ട് വെച്ച ഒരു ചോദ്യമുണ്ട്. അത് എത്രത്തോളം വലിയ പ്രസക്തമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ ശബരിമലയെ വിവാദ ഭൂമിയാക്കിക്കൊണ്ട് ഭഗവാന് മുന്നിൽ ജീവിക്കുന്ന ആ മുതലുകൾ സ്വർണ്ണ കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ആണ് എടുത്തു പറയുകയും ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു വലിയ വിവാദത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവർ എടുത്തു പറയേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് നിലവിൽ ഹൈക്കോടതി നിഷ്കർഷിച്ച എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചത്. തന്ത്രിയുടെ ആജ്ഞ വാങ്ങിയിട്ടുണ്ട്, അനുവാദം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒക്കെ തന്നെയും കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ ചടങ്ങിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുകയും ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ മെമ്പർമാരും എല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നട തുറന്നതിന് ശേഷം ഈ ദ്വാരപാലക പാളികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു സമയം നിലവിൽ പറഞ്ഞിരിക്കുന്നില്ല. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സാധാരണ മാസപൂജാ സമയത്ത് 5 മണിക്കാണ് നട തുറക്കുന്നത്. പക്ഷേ ഇന്ന് ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് 4 മണിയിലേക്ക് ഈ ഒരു നട തുറക്കുന്ന സമയം മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എത്രയൊക്കെ തകർക്കാൻ നോക്കിയാലും, എത്രയൊക്കെ തന്നെ കൊള്ളയടിക്കാൻ നോക്കിയാലും ശബരിമലയുടെ ഒരു വിശ്വാസം അത് ഭക്തരിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു വിശ്വാസമാണ്. അതിൽ തന്നെ ഒരു കളങ്കവുമില്ലാതെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ഡലകാലത്തിന് വൃശ്ചിക 1 നട തുറക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് മാത്രമല്ല, അങ്ങ് പമ്പയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം രാഷ്ട്രപതിയുടെ സന്ദർശനം കൂടിയാണ്. അങ്ങനെ ഒരു വലിയ തിരക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ ഈ വിശ്വാസികളുടെ ഒരു ആശങ്ക, ആ ആശങ്കകളൊക്കെ തന്നെയും പരിഹരിച്ചുകൊണ്ട് വേണം ഈ ചടങ്ങുകൾ നടത്താനെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് നിലവിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മറുപടിയായി ദേവസ്വം ബോർഡ് പറയുന്നത് തന്ത്രിയുടെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്ത്രിയുടെ അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി നിഷ്കർഷിച്ചിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഇത് കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂരിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയാം. ഹൈക്കോടതി നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇപ്പോൾ സന്നിധാനത്ത് ചടങ്ങ് നടക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയെ ആരെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ? ഹൈക്കോടതി മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം ഇതൊരു തൊണ്ടി മുതലാണ്. ആ തൊണ്ടി മുതൽ
അവിടെ പുനഃസ്ഥാപിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആചാര വിധിപ്രകാരം ചില പൂജകളൊക്കെ നടത്തേണ്ടതാണ്. അത് നേരത്തെ നടത്തേണ്ടതാണ്. അതിനുശേഷമേ സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. കാരണം നേരത്തെ ഇരുന്ന മേൽശാന്തിമാരുമായിട്ട് സംസാരിച്ചപ്പോൾ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ബന്ധപ്പെട്ടവർ പെടുത്തിയിട്ടുണ്ടോ? നമുക്കറിയാം, ദേവസ്വം ബോർഡ് ആണ് ഹൈക്കോടതിയെ അറിയിക്കേണ്ടത്. ശബരിമല കമ്മീഷണറാണ്, ദേവസ്വം കമ്മീഷണറാണ് ഹൈക്കോടതിയെ അത് അറിയിക്കേണ്ടത്. ഹൈക്കോടതിയെ കൃത്യമായി അത് ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം അവശേഷിക്കുകയാണ്. മാത്രമല്ല, ആചാര ലംഘനം നടന്നിരിക്കുകയാണ്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അതും പല വീടുകളിലൊക്കെ ഒരുപക്ഷെ പ്രദർശിപ്പിച്ച് കാണും, പൂജകളൊക്കെ നടത്തി കാണും. നമ്മൾ കണ്ടതാണ് അതൊക്കെ. അപ്പോൾ സ്വാഭാവികമായി ആചാര ലംഘനം നടന്നിരിക്കുന്നു. ആചാര ലംഘനം നടന്ന സാഹചര്യത്തിൽ തിരികെ സന്നിധാനത്ത് എത്തിച്ചത് പുനഃസ്ഥാപിക്കുന്ന വേളയിൽ ആ തന്ത്രവിധി പ്രകാരം, ആചാര വിധി പ്രകാരം ഉള്ള പൂജകളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ ദേവപ്രശ്നം അതുകൂടി നടത്തേണ്ടതാണ്. ദേവപ്രശ്നം വെച്ചാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, മുൻ മേൽശാന്തിമാർ പറഞ്ഞതാണ്. കാരണം എടുത്ത് പിടിച്ച് പെട്ടെന്ന് ഈ സ്വർണ്ണപ്പാളികൾ അവിടെ സ്ഥാപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്തിനാണ് ഇത്രയും ധൃതി പിടിച്ച് സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അരുൺ. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, ദേവസ്വം ബോർഡ് അധികൃതരുമായി ഈ കാര്യം സംസാരിച്ചോ? എന്തുകൊണ്ടാണ് അവർ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് തയ്യാറാവാത്തത് ഈ വിഷയത്തിൽ? കാരണം ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇത് നടക്കാൻ പാടുണ്ടോ എന്നുള്ളത്. യെസ് അരുൺ, ഞാൻ അരുണിലേക്ക് വരാം.